തുടർഭരണത്തിന്റെ മോശം പ്രവണതകളിൽ ജാഗ്രത വേണമെന്ന് CPIM സംഘടനാ റിപ്പോർട്ട്. ബംഗാൾ പാഠമാകണമെന്നും മുന്നറിയിപ്പ്. ഭരണ തുടർച്ച സംഘടനാ ദൗർബല്യമുണ്ടാക്കി. രണ്ടാം പിണറായി സർക്കാരിൽ ചില മന്ത്രിമാർ പ്രതീക്ഷയ്ക്കൊത്തുയർന്നില്ല എന്ന് സംഘടനാ റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. പ്രാദേശിക തലത്തിൽ വിഭാഗീയത തലപൊക്കുന്നുവെന്നും റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തൽ. വിഭാഗീയത അവസാനിച്ചെന്ന് നേതാക്കൾ പൊതുവിൽ ഊറ്റം കൊള്ളുമ്പോഴും പാർട്ടിക്കുള്ളിൽ വിഭാഗീയതയുടെ കനൽ ഇപ്പോഴും അണഞ്ഞിട്ടില്ലെന്ന് വ്യക്തമാക്കുന്നതാണ് MV ഗോവിന്ദൻ അവതരിപ്പിച്ച സംഘടനാ റിപ്പോർട്ട്. പൊതുവിൽ വിഭാഗീയത അവസാനിച്ചെങ്കിലും അത്തരം സംസ്കാരത്തിന് അടിമപ്പെട്ടവർ ഇപ്പോഴുമുണ്ട്. ഇത് പരിഹരിക്കാൻ സംസ്ഥാന സെന്ററിൽ നിന്ന് നേതാക്കൾ ഇടപെട്ട് ജില്ലകളിലെ പരാതികൾ പരിശോധിക്കണം. വ്യക്തിക്കും സ്ഥാപിത താൽപര്യങ്ങൾക്കും പിന്നിൽ പാർട്ടിയെ കൊണ്ടുപോകാൻ കഴിയില്ല. ഇത്തരം ശ്രമങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. ഭരണ തുടർച്ച ബംഗാളിൽ ഉണ്ടാക്കിയ തിരിച്ചടി കേരളത്തിൽ ആവർത്തിക്കരുത് എന്ന മുന്നറിയിപ്പുമുണ്ട്. പാർട്ടി അധികാര കേന്ദ്രമെന്ന തോന്നൽ ജനങ്ങളിൽ ഉണ്ടാക്കരുത്. തുടർഭരണം ജനങ്ങളെ ആകർഷിച്ചപ്പോൾ സംഘടനയും നേതാക്കളും ജനങ്ങളിൽ നിന്നകന്നുവെന്നും സ്വയം വിമർശനമായി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. മുഖ്യമന്ത്രിയുടേത് മികച്ച പ്രകടനമെങ്കിലും ചില മന്ത്രിമാർ പ്രതീക്ഷയ്ക്കൊത്തുയർന്നില്ല. പ്രതിപക്ഷവും മാധ്യമങ്ങളും മുഖ്യമന്ത്രിയെ വളഞ്ഞിട്ടാക്രമിച്ചപ്പോൾ പ്രതിരോധിക്കാനും കഴിഞ്ഞില്ല. പാർട്ടി കമ്മിറ്റികളുടെ കണക്കുകളിൽ കൃത്യതയും വ്യക്തതയുമില്ലെങ്കിൽ കേന്ദ്രത്തിന്റെ ഇടപെടലുകളിലേക്ക് അത് നയിക്കും. സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവാകുന്ന സംസ്ഥാന നേതാക്കൾ അതുകൊണ്ട് പാർട്ടിക്കെന്ത് ഗുണം എന്നുകൂടി ചിന്തിക്കണം. ഫാൻസിനെ കൂട്ടൽ മാത്രമാകരുത് ലക്ഷ്യമെന്നും സംസ്ഥാന സമിതിയുടെ യുവനിര കൂടുതൽ സജീവമാകണമെന്നും സംഘടനാ റിപ്പോർട്ട് നിർദ്ദേശിക്കുന്നു. ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചുള്ള വനിതാ കൂട്ടായ്മകളിലൂടെ BJP സ്ത്രീകളെ സ്വാധീനിക്കുകയാണ്. ഇത് പ്രതിരോധിക്കാൻ മഹിളാ അസോസിയേഷന് കഴിയണം. സംഘപരിവാറിന് പരവതാനി വിരിക്കുന്ന സമുദായ നേതൃത്വങ്ങളെ തുറന്നുകാട്ടണം. വർഗബഹുജന സംഘടനാ ഭാരവാഹികളും കണക്കുകൾ പാർട്ടി നേതൃത്വത്തെ ബോധിപ്പിക്കണമെന്നും സംഘടനാ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. സഹകരണ രംഗത്തെ തെറ്റായ പ്രവണത അവസാനിപ്പിക്കണം. നിയമങ്ങൾ കാറ്റിൽ പറത്തി നേതാക്കൾ വായ്പയെടുക്കുന്നു. ഇങ്ങനെ എടുത്ത പണം അടിയന്തരമായി തിരിച്ചു നൽകണമെന്നും സംഘടനാ റിപ്പോർട്ടിൽ നിർദ്ദേശിക്കുന്നു. നേതാക്കൾ ജനങ്ങളുമായി അടുത്ത് ഇടപെടണമെന്നാവശ്യപ്പെടുന്നതാണ് CPM സംസ്ഥാന സെക്രട്ടറി അവതരിപ്പിച്ച സംഘടനാ റിപ്പോർട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാതൽ. പാർട്ടിയും നേതാക്കളും ചില തെറ്റുതിരുത്തുകൾക്ക് വിധേയമാകണമെന്നും സംഘടനാ റിപ്പോർട്ട് ആവശ്യപ്പെടുന്നുണ്ട്. കൊല്ലത്തുനിന്ന് R. അരുൺ രാജ്, 24.